കുറഞ്ഞ വിലയിൽ കുറച്ച് ചെടികൾ വാങ്ങിയാലോ? അതും ഏത് പ്ലാന്റ്സുകൾ എടുത്താലും വെറും 50 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. ഡബിൾ ഷെയ്ഡോട് കൂടിയ ഓർക്കിഡ് പ്ലാന്റ്സ്. ഇതിലെ ഏത് പ്ലാന്റ് ആയാലും 50 രൂപയാണ്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും വില സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല. ഇതൊരു സിൽവർ പീലിയ പ്ലാന്റ്സ് ആണ്. അടുത്തായിട്ട് വരുന്നത് ഏഞ്ചൽ വിങ് ബിഗോണിയൻ്റെ തന്നെ ഒരു വെറൈറ്റിയായ ബിഗോണിയ ലിസ്റ്റാഡ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് 50 രൂപയ്ക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് റിപ്സാലിസ് പ്ലാന്റ് ആണ്. റിപ്സാലിസിൻ്റെ വലിയ പ്ലാന്റ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിഫി പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് സ്രബ് പ്ലാന്റ് ആണ്. അടുത്തായിട്ട് ബംഗാൾ ട്രംപറ്റ് എന്നറിയപ്പെടുന്ന ബ്ലൂ തമ്പർജിയാണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ്. അടുത്തായിട്ട് വരുന്നത് നല്ല സുഗന്ധമുള്ള പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയായ ഹണിസക്കിൾ പ്ലാന്റ് ആണ്. ഇതുവരെ നമ്മൾ ഓഫർ വീഡിയോയിലൊന്നും 50 രൂപയ്ക്ക് ഉൾപ്പെടുത്താത്തൊരു പ്ലാന്റാണ് പിങ്ക് ജാസ്മിൻ. പിങ്ക് ജാസ്മിൻ പ്ലാന്റ്സും ഇത്തവണ 50 രൂപ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഇക്സോറ പ്ലാന്റ്സ് ആണ്. ഇക്സോറയുടെ യെല്ലോ കളറ്, ഹൈബ്രിഡ് വെറൈറ്റി അല്ല. അടുത്തായിട്ട് കനകാംബരം പ്ലാന്റ് ആണ്. കനകാംബരം ഇത് ഡോഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. റെഡും ഓറഞ്ചും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റിൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സൈസ് പ്ലാന്റിൽ പോലും പൂവാവുന്നു. അടുത്തായിട്ട് വരുന്നത് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ലോലിപോപ്പിൻ്റെ യെല്ലോ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ്. ഇതും ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു ടൈപ്പല്ല. ഡോഫ് വെറൈറ്റിയാണ്. പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാവുന്നു. നിലത്തായാലും പോട്ടിലായാലും അനായാസം വളർത്തിയെടുക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ് ആണ്. നമുക്ക് ഏത് ഷേപ്പിലും വെട്ടി നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഗോൾഡൻ സൈപ്രസ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചിയാണ്. റെഡ് ഹൈഡ്രാഞ്ചി ഒന്നും നമ്മൾ 80 രൂപയിൽ കുറഞ്ഞ് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ഓഫറിലും. ഇതിൻ്റെ പ്രൈസും വരുന്നത് 50 രൂപ മാത്രമാണ്. ഈ ഒരു സൈസിൽ ഡോഫ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇന്ത്യൻ ക്ലോക്ക് വൈൻ യെല്ലോ തമ്പർജിയ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്സ്. ഇതും 50 രൂപയ്ക്ക് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. അടുത്തായിട്ട് വെരിഗേറ്റഡ് പെഡ്ലാന്തസ് ആണ്. ഇതൊരു ട്വിസ്റ്റഡ് വെറൈറ്റിയാണ്. ഹാങ്ങിങ് പോട്ടിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. അതല്ലാതെ നമുക്ക് സ്റ്റാൻഡ് പോട്ടിലും വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിലും വെക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ബബിൾ പ്ലാന്റ് ആണ്. ഇതൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് ലോ ലൈറ്റ് ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വലിയ പ്ലാന്റ്സും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് 50 രൂപയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തായിട്ട് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ്. പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. എന്നാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കേണ്ടതാണ്. റെഡ് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സിനെ ഒന്നും വെക്കണം എന്നില്ല. എന്നാൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് വെച്ചാലാണ് നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത, മിനിയേച്ചർ ടൈപ്പ് ആയിരിക്കും ഇത്. ചെറിയ ലീഫുകളും ചെറിയ പൂക്കളുമാണ് ഈ വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിൽ ഉണ്ടാകുന്നത്. അടുത്തായിട്ട് പീലിയ പ്ലാന്റ്സ് ആണ്. ഗ്രീൻ പീലിയ. ഇത് നല്ലൊരു വെൽവെറ്റ് ഷെയ്ഡിലുള്ള ടെക്സ്ചറോട് കൂടിയ ലീഫുകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇൻഡോറായിട്ട് വളർത്താം. അടുത്തായിട്ട് ക്ലോറോഫൈലം റിബൺ ഗ്രാസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്. ഇതിനെ നമുക്കൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് ചെറിയൊരു വെളിച്ചത്തിലും വളർത്താം, ഫുൾ ഇൻഡോറിലും വളർത്താം. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ജാസ്മിൻ പ്ലാന്റ്സ് ആണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്നില്ല. നമുക്ക് പോട്ടിൽ വെച്ചിട്ടൊരു സ്റ്റാൻഡ് വെച്ച് അങ്ങനെയും വളർത്താവുന്നതാണ്. അടുത്തായിട്ട് പിങ്ക് ടെക്കോമ എന്നറിയപ്പെടുന്ന പാൻഡൂരിയ ജാസ്മിനോയിഡ് എന്ന പ്ലാന്റ്സ് ആണ്. ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മരാന്ത പ്ലാന്റ്സ് ആണ്. നല്ല ബുഷിയായ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ഇത് ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസ് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആണ്. ഹൈഡ്രാഞ്ചിയൻ്റെ ഒരു മജന്ത ഷെയ്ഡുണ്ട്, ലൈറ്റ് പിങ്കും ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് അയക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഐവി പ്ലാന്റ്സ് ആണ്. ഐവിയുടെ യെല്ലോ വെരിഗേഷൻ വരുന്ന ടൈപ്പാണ്. വെരിഗേറ്റഡ് ഐവി ആണോ ഗ്രീൻ ഐവി ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നെയിം കറക്റ്റ് എഴുതി വെച്ച് അയക്കുകയോ ചെയ്യണം കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത്. അടുത്തായിട്ട് വരുന്നത് കുറ്റിമുല്ലയാണ് കേട്ടോ. കുറ്റിമുല്ലയുടെ നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. വലിയ പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ബെയർ റൂട്ടായിട്ടായിരിക്കും അയക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് കർട്ടൻ ക്രീപ്പറാണ്. നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു
ക്രീപ്പർ വെറൈറ്റിയാണ് കർട്ടൻ ക്രീപ്പർ. ഇതിൻ്റെ ഫ്ലവറുകൾക്കല്ല ലീഫുകൾക്കാണ് കൂടുതൽ ഭംഗി. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫെൻസിങ്ങോ ഒരു വാളോ ഒക്കെ ഫുൾ കവർ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ക്രീപ്പർ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഐവിയാണ്. ഹെഡ്ര ഐവി എന്നും വിളിക്കുന്നു. ഇതിനെ ഒരു വാൾ ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഏത് കളറാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ഐബൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇതൊരു സ്റ്റബ്ബ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന പ്ലാന്റ് അല്ല. മാക്സിമം പോയാൽ ഒരു 3 അടി വരെയൊക്കെ ഹൈറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേക്കും നമ്മൾ വെട്ടി നിർത്തി ഒതുക്കി നിർത്തുകയാണെങ്കിൽ നല്ല ബുഷിയായി നിന്നിട്ട് നന്നായിട്ട് പൂക്കളുണ്ടാകും. നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ലെഗസ്ട്രം പ്ലാന്റ്സ് ആണ്. ചൈനീസ് ലെഗസ്ട്ര അതുപോലെ ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല നമുക്കതിന് പോട്ടിലൊക്കെ പല ഷേപ്പിലും വെട്ടി നിർത്താം. ഇനി പൂന്തോട്ടിൽ നടുക്കൊക്കെ ആയിട്ട് പല ഷേപ്പുകളിലും അതുപോലെ ബോൺസായി ആക്കി എടുക്കാനും ഒക്കെ പറ്റിയൊരു പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ജാസ്മിൻ ആണ്. വയലറ്റ് ജാസ്മിൻ എല്ലാ സമയത്തും നല്ല മഴക്കാലത്ത് പോലും നന്നായിട്ട് പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണ്. ഒരുപാട് സുഗന്ധമൊന്നുമില്ല, എന്നാൽ ജാസ്മിൻ ഫ്ലവറിൻ്റെ രൂപത്തോട് സാദൃശ്യമുള്ളതിനാലാണ് ഇതിനെ വയലറ്റ് ജാസ്മിൻ എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് റൂട്ടിയ ഫ്രൂട്ടിക്കോസ, മിക്കി മൗസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു ഫ്ലവറിങ് സ്റ്റബ് പ്ലാന്റ് തന്നെയാണ്. എല്ലാം തന്നെ നല്ല കവറിലോ ജിഫിയിലോ വേര് പിടിപ്പിച്ച നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അടുത്തായിട്ട് സെനീഷ്യോ ക്രീപ്പർ. പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് സെനീഷ്യോ ക്രീപ്പർ. ചിലരൊക്കെ ഇതിനെ യെല്ലോ ബ്രൈഡൽ എന്നും വിളിക്കാറുണ്ട്. അടുത്തായിട്ട് ക്ലെറോഡെൻഡ്രം പ്ലാന്റ് ആണ്. ക്ലെറോഡെൻഡ്രവും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു സ്റ്റബ് പ്ലാന്റ് തന്നെയാണ്. ചിലരൊക്കെ ഇതിൽ പൂക്കളുണ്ടാകാൻ താമസമുണ്ടെന്ന് പറയുന്നു. അത് നമ്മുടെ മണ്ണിലുള്ള pH ലെവലിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ്. ബോട്ടിൽ ബ്രഷിൻ്റെ റെഡ് വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നതും 50 രൂപ മാത്രമാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. നമ്മൾ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ. ലെയർ പ്ലാന്റ് ഒന്നല്ല, സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ്. പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകും. നിലത്തായാലും പോട്ടിലായാലും നമുക്ക് വളർത്താം. ബോൺസായി ആക്കി എടുക്കാനും പറ്റുന്നൊരു പ്ലാന്റാണ്. അടുത്തായിട്ട് ക്യാറ്റ്സ് ഗ്ലോ ആണ്. ക്യാറ്റ്സ് ഗ്ലോവിൻ്റെ പൂക്കൾക്ക് മാത്രമല്ല ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. ഫുൾ ഗ്രീനിഷ് ആയിട്ട് എല്ലാ സമയത്തും ഫുൾ ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ലീഫുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് അലമാണ്ടയുടെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. ഇത് ഒരുപാട് പടർന്ന് വള്ളിയായി പോകുന്ന ടൈപ്പല്ല, കുറ്റിച്ചെടിയായിട്ട് നിന്നിട്ട് തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ടൈപ്പാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. ഇതുപോലെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾ മണ്ണ് മുഴുവനായിട്ട് ഒഴിവാക്കാതെ വേണം നടാനായിട്ട്. അടുത്തായിട്ട് വരുന്നത് ഗാർലിക് വൈൻ ആണ്. ഇതിനെ നമുക്കൊരു ക്രീപ്പറായിട്ട് മാത്രമല്ല കുറ്റിച്ചെടിയായിട്ടും വളർത്താനായിട്ട് സാധിക്കും. നിങ്ങൾ പോട്ടിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വെട്ടി നിർത്തി ഇടയ്ക്കിടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറ്റിച്ചെടിയായി നിന്നും പൂക്കളുണ്ടാകും. അടുത്തായിട്ട് ട്രംപറ്റ് വൈൻ, ഓട്ടുമുല്ല എന്നാണ് ഈ ഒരു പ്ലാന്റിനെ നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് വിളിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ. ഈ പ്ലാന്റ്സിൽ വർഷത്തിൽ ഒരു തവണയാണ് പൂക്കളുണ്ടാകുന്നത്. എന്നാൽ പൂക്കളുണ്ടാകുന്ന സമയത്ത് ഇല കാണാതെ പൂക്കളുണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർഡീനിയ പ്ലാന്റ്സ് ആണ്. ഗാർഡീനിയയുടെ ഡോഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. ഇതുപോലെ നിങ്ങൾക്ക് പോട്ടിലായാലും നിലത്തായാലും വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ഈ ഗാർഡീനിയയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കും. നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. ഗന്ധരാജൻ, സുഗന്ധ റോസ് എന്നൊക്കെ അറിയപ്പെടുന്നു. അടുത്തായിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ്സ് ആണ്. ഇതും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ്സ് തന്നെയാണ്. നന്നായിട്ട് ഫ്ലവർ ആകുന്ന ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഓരോ നോഡിൽ നിന്നുമാണ് പൂക്കളുണ്ടാകുന്നത്. ഈ ഒരു സൈസിൽ പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും പ്ലാന്റ് അയക്കുന്നത്. ചില പ്ലാന്റ്സുകൾ കവറിൽ വേര് പിടിപ്പിച്ചതുമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് എൽഡർ ബെറി എന്നറിയപ്പെടുന്ന സാമ്പക്കസ് എന്നും എൽഡർ ബെറി എന്നൊക്കെ ഇതിന് പേരുണ്ട്. മറ്റേതെങ്കിലും പേര് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ കോക്സീനിയ. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നൊരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണിത്. ഇതിപ്പോൾ നല്ല മഴയത്ത് പോലും ഈ ഒരു പ്ലാന്റ്സിൽ നന്നായിട്ട് പൂക്കളായി നിൽക്കുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നത് ടെക്കോമ ക്യാപ്പൻസിസ് എന്നറിയപ്പെടുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ 2-3 ഷെയ്ഡ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഓറഞ്ച് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മാത്രം. അടുത്തായിട്ട് മണിമുല്ല പ്ലാന്റ്സ് ആണ്. മണിമുല്ല പ്ലാന്റ്സും വർഷത്തിൽ ഒരു തവണയാണ് പൂക്കളുണ്ടാകുന്നത്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങി ജനുവരി വരെ ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു. പൂക്കളുണ്ടാകുന്ന സമയത്ത് ലീഫ് കാണാനുണ്ടാവില്ല. അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ഹാറ്റാണ്. ചൈനീസ് ഹാറ്റിൻ്റെ റെഡ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്.
അടുത്തായിട്ട് വരുന്നത് പിങ്ക് സ്നോ റോസ് ആണ്. സ്നോ റോസിൻ്റെ 3 വെറൈറ്റീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. എല്ലാ പ്ലാന്റ്സിനും ഈ ഒരു 3 വെറൈറ്റിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് ലീഫിൽ വൈറ്റ് സിംഗിൾ പെറ്റൽ ഫ്ലവർ വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകളാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ ഫ്ലവറും അതുപോലെ ഗ്രീൻ ലീഫും വരുന്നത്. ഇങ്ങനെ 3 വെറൈറ്റീസാണ് നമ്മളടുത്തുള്ളത്. ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഡബിൾ പെറ്റലിൻ്റേത്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് തമ്പർജിയ ഇറക്റ്റ. നിങ്ങൾക്ക് ആവശ്യമായ പ്ലാന്റ്സുകളുടെയൊക്കെ പേരുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബൊളീവിയൻ സൺസെറ്റ് ആണ്. ബൊളീവിയൻ സൺസെറ്റ് ഒരു നാടൻ വെറൈറ്റി പ്ലാന്റ് ആണ്. എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നൊരു വെറൈറ്റിയാണ്. എന്നാൽ ഇപ്പോൾ അത് അധികമായിട്ടൊന്നും വീടുകളിൽ കാണാനില്ല. ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ജാക്കോബിന പ്ലാന്റ്സ് ആണ്. റെഡ് ജാക്കോബിനയും ഒരു കുറ്റിച്ചെടിയായി നിന്നിട്ട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ പിങ്ക് ഷെയ്ഡും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അടുത്തായിട്ട് മ്യൂസിക്കൽ നോട്ട് എന്നറിയപ്പെടുന്നൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നല്ല എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. അടുത്തായിട്ട് വൈറ്റ് ബോട്ടിൽ ബ്രഷാണ്. റെഡ് നമ്മൾ നേരത്തെ കണ്ടു. റെഡ് കുറേയൊക്കെ കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. എന്നാൽ വൈറ്റ് അങ്ങനെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് അല്ല. ഇപ്പം അടുത്ത കാലത്താണ് നമ്മുടെ നഴ്സറിയിലൊക്കെ എത്തിയത്. ഈ ഒരു സൈസിൽ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയ. തമ്പർജിയ കോക്സീനിയയുടെ സെയിം ഫ്ലവർ തന്നെയാണ്. ലീഫ് വെരിഗേറ്റഡ് ആയിരിക്കും. ഇതുപോലെയുള്ള ചെറിയ കവറിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തായിട്ട് നാരോ ലീഫോട് കൂടിയ യൂജീനിയ പ്ലാന്റ്സ് ആണ്. നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ് യൂജീനിയ പ്ലാന്റ്സിന് ആ കറക്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു റെഡ് ഷെയ്ഡ് വരണമെങ്കിൽ, റെഡ് ആൻഡ് മെറൂൺ ഷെയ്ഡ് വരണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലത്തായിരിക്കണം. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് കേട്ടോ. ക്രോട്ടൻ്റെ ഒരു നാരോ ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് പല വർണ്ണങ്ങളിലാണ് ഇതിൻ്റെ ലീഫുകൾ കാണപ്പെടുന്നത്. ഫസ്റ്റ് നമ്മളൊരു ഗ്രീൻ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡിലൊക്കെ ആയിരിക്കും. മെച്ചൂർ ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലീഫുകൾ പല വർണ്ണങ്ങളിലായിട്ട് മാറുന്നതായിട്ട് കാണാവുന്നതാണ്. അടുത്തായിട്ട് റോസിഡോ പ്ലാന്റ്സ് ആണ്. റോസിഡോയുടെ റെഡ് വെറൈറ്റിയാണ് കേട്ടോ. റെഡ്, വൈറ്റ് അതുപോലെ യെല്ലോ, ഈ 3 കളേഴ്സും ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ മണ്ണ് നടാതെ തന്നെ വേണം പ്ലാന്റ്സുകൾ പോട്ട് ചെയ്യാനായിട്ട്. ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്, ഒരു കളിമണ്ണ് പോലെയുള്ള ഒരു പശയുള്ള മണ്ണാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ മണ്ണ് കഴുകി ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട് എന്നുള്ളത്. ഒരിക്കലും ചെയ്യരുത്. ഇതെല്ലാം തന്നെ, ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ മണ്ണ് ഒഴിവാക്കാതെ ആ മണ്ണോട് കൂടെ തന്നെ നിങ്ങൾ റീപോർട്ട് ചെയ്യേണ്ടതാണ്. അത് പതുക്കെ അതിൽ നിന്നും വേര് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ പോട്ടി മിക്സിലേക്ക് മിക്സ് ആയിക്കോളും. അടുത്തായിട്ട് പിങ്ക് ഇക്സോറ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഡാർക്ക് പിങ്ക് ആണ്, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഡാർക്ക് റെഡ്, എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഒന്നുമല്ല, നോർമൽ നാടൻ വെറൈറ്റീസാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്യാൻഡിൽ പ്ലാന്റ് ആണ്. ക്യാൻഡിൽ പ്ലാന്റിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. വൈറ്റ് ഷെയ്ഡിൽ ഇതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തായിട്ട് ഹൈബ്രിഡ് മധുമാലതി പ്ലാന്റ് ആണ്. ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ്. മാത്രമല്ല വലിയ ലീഫുകളുമാണ്. മധുമാലതിയുടെ ലീഫിനോട് യാതൊരു സാമ്യവും തോന്നില്ല. വലിയ ലീഫുകളാണ് ഇതിനുള്ളത്. അടുത്തായിട്ട് വരുന്നത് ഹൈബ്രിഡ് ബ്രെൻഫെൽസിയ, യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഈ പ്ലാന്റിനെ കുറിച്ച് ഒരുവിധം പ്ലാന്റ്സുകൾ വളർത്തുന്ന എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. 3 ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഹൈബ്രിഡ് വെറൈറ്റിയിൽ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നു. ഇത് നാടൻ ബ്രെൻഫെൽസിയാണ്. യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ നാടൻ ടൈപ്പാണ്. നാടൻ ടൈപ്പിൽ ഇതുപോലെ കൊലകുത്തി പൂക്കളുണ്ടാകും. പക്ഷെ വർഷത്തിൽ 2-3 തവണ മാത്രം. എന്നാലും നല്ല സുഗന്ധമായിരിക്കും. ആ പരിസരം മുഴുവൻ നല്ല സുഗന്ധപൂരിതമാകും. അടുത്തായിട്ട് വരുന്നത് നാടൻ ടൈപ്പ് ഓറഞ്ച് ഇക്സോറയാണ് കേട്ടോ. വലിയ പൂക്കളുള്ള, നമ്മുടെ വീടുകളിലൊക്കെ ആദ്യം കണ്ടിരുന്ന വലിയ പൂക്കളോട് കൂടിയ ഓറഞ്ച് ഇക്സോറ പ്ലാന്റ്സ്. നെക്സ്റ്റ് വൺ വരുന്നത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിൻ്റെ സിംഗിൾ പെറ്റൽ തന്നെയാണ്. ഇതിനാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റഡ് ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ ഷെയ്ഡിലുള്ളതിൻ്റെയും പ്രൈസ് വരുന്നത് 50 രൂപ തന്നെയാണ്. നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന, എല്ലാ സമയത്തും നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. അടുത്തതായിട്ട് മജന്ത ഡേസി. ഇത് പിങ്ക് അല്ല, നല്ലൊരു ഡാർക്ക് മജന്ത ഷെയ്ഡിലുള്ള കളറാണ്. ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. അടുത്തായിട്ട് റിയോ പ്ലാന്റ് ആണ്. റിയോയുടെ ഒരു യെല്ലോ ആൻഡ് പിങ്ക് ഷെയ്ഡിലുള്ള വെറൈറ്റിയാണ്.
ഈ ഒരു സൈസിലുള്ള ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സ് തന്നെയായിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ പുതിയ ലീഫുകൾ ഉണ്ടായി നിങ്ങൾക്ക് പെട്ടെന്ന് അത് നല്ലൊരു ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് റോസ്മേരിയാണ്. റോസ്മേരി നമ്മളടുത്ത് കുറച്ച് പ്ലാന്റ്സും കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റോസ്മേരി വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഇതിന് യാതൊരു ഗ്യാരണ്ടിയും തരാനായിട്ട് സാധിക്കുന്നതല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഡെയ്സി പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം തന്നെ നല്ല മൾട്ടി പെറ്റൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സുകളാണ്. നമ്മൾ അയക്കുന്നത് ഈ ഒരു സൈസിൽ ജിഫിയിൽ വേര് പിടിപ്പിച്ച ചെറിയ പ്ലാന്റ് ആണ്. അടുത്തായിട്ട് കനേഡിയൻ കൊന്നയാണ്. ഇത് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. നിങ്ങൾക്ക് പോട്ടിലും നിലത്തൊക്കെ വളർത്താം. അടുത്തായിട്ട് സെൻറ്റ് ജോൺസ് വെട്ടാണ്. സെൻറ്റ് ജോൺസ് വെട്ടൊക്കെ പിന്നെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്ലാന്റ് സൈസാണ്. ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, വളരെ നാരോ ആയിട്ടുള്ള സ്റ്റെമ്മാണുള്ളത്. അടുത്തായിട്ട് മെഡിനില്ല പ്ലാന്റ്സ് ആണ്. മെഡിനില്ല പ്ലാന്റ് വീഡിയോ ഇടുന്ന സമയത്ത് ഒന്നോ രണ്ടോ വ്യൂവേഴ്സോ കസ്റ്റമേഴ്സോ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇതിൻ്റെ ലൈറ്റ് പിങ്ക് തരുമോ ഡാർക്ക് പിങ്ക് തരുമോ 2 ഷെയ്ഡും തരുമോ എന്ന്. ഇത് ഒറ്റൊരു കളറ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് യൂഫോബിയയുടെ ഡ്വാഫ് റെഡ് വെറൈറ്റിയാണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് കേട്ടോ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഈ തണ്ട് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഇതിലെ പൂക്കളും അതുപോലെ തന്നെ നല്ല വലിയ പൂക്കളാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് വരുന്നത് പ്രൈഡ് ഓഫ് ഇന്ത്യ മണിമരുത് എന്നറിയപ്പെടുന്ന പ്ലാന്റ്സ്. ഇത് നമ്മുടെ ലെഗസ്റ്റോമിയയുടെ ഒക്കെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ്. ചില പ്ലാന്റൊക്കെ കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ്. ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ് ആണ് അയക്കുന്നത്. ഈ ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ പൂവിനേക്കാൾ ഭംഗി അതിൻ്റെ ലീഫുകൾക്കാണ്. അടുത്തായിട്ട് പിങ്ക് ഹോയ പ്ലാന്റ് ആണ്. ഹോയയുടെ ഒരു 2-3 വെറൈറ്റീസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോയ പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. ആ ജിഫി പതുക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം നിങ്ങൾ പോട്ടിലോ ഹാങ്ങിങ് പോട്ടിലോ സ്റ്റാൻഡ് പോട്ടിലോ ഒക്കെ നടാനായിട്ട് ശ്രദ്ധിക്കുക. ഹോയ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് നിങ്ങളൊരു ക്രീപ്പ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിൽ വളർത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഹാങ്ങിങ് പോട്ടിലാകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് റീപോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. വേരൊക്കെ തിങ്ങിയിട്ട് ഒരുപാട് വലിപ്പമുള്ള പോട്ടായിരിക്കില്ലല്ലോ. ഒരു 10 ഇഞ്ച് പോട്ടൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പാസിഫ്ലോറ പ്ലാന്റ് ആണ്. ബ്ലൂ പാസിഫ്ലോറ കണ്ടില്ലേ, ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറഞ്ഞ പൂക്കളുണ്ടാകുന്നു. ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് ക്ലേ ബോൾസും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലേ ബോൾസിൻ്റെ 250 ഗ്രാമിൻ്റെ പാക്കറ്റും 1/2 കിലോയുടെ പാക്കറ്റുമാണ്. വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്ലാന്റ്സുകളുടെ സ്ക്രീൻഷോട്ട് അയക്കുകയോ അവയുടെ നെയിം എഴുതി വെച്ച് അയക്കുകയോ ചെയ്യേണ്ടതാണ്. ഇതൊരു ലിമിറ്റഡ് ഓഫറാണ്. ഇതിൻ്റെ അവസാന തീയതി വരുന്നത് 8-ാം തീയതിയാണ്. ഓഗസ്റ്റ് 8-ാം തീയതി വരെയാണ്. രാത്രി 8 മണി വരെയാണ് ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിന് ശേഷം ഈ പ്ലാന്റ്സുകളുടെയൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ടായിരിക്കും. മിനിമം 3 പ്ലാന്റ്സെങ്കിലും എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റുകൾ ഓഫർ പ്രൈസിൽ 50 രൂപയ്ക്ക് ലഭിക്കുന്നത്. DTDC കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. നിങ്ങളുടെ പാർസൽ പ്ലാന്റ്സുകൾ കിട്ടിയ ശേഷം അവ അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുത്തു വെച്ച് ആ സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അവയുടെ റീഫണ്ട് തരികയോ അല്ലെങ്കിൽ അടുത്ത പർച്ചേസിൻ്റെ കൂടെ ആ പ്ലാന്റ്സുകൾ അയച്ചു തരികയോ ചെയ്യുന്നതാണ്. അതിനുശേഷമുള്ള കംപ്ലയിൻറ്റ്സ് ഒന്നും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പാർസൽ അയച്ചു തരുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. കൂടാതെ കമൻറ്റും ലൈക്കും ചെയ്യുന്നതോടൊപ്പം ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഗാർഡനിങ്.